വീണ്ടും വരുന്നവനായ യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഹല്ലേലൂയ. ഒരു വർഷത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച ഇന്ന് ഇവിടെ നിൽക്കുവാൻ കർത്താവ് എന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുകയാണ്. ഇന്ന് നമ്മൾ കേട്ടതുപോലെ കൃപയുടെ ഒരു ഒഴുക്കായിരുന്നു കഴിഞ്ഞ ഒരു വർഷം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ലോകത്തിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പം പലതും നമ്മൾ കണ്ടു, പലതും നമ്മൾ കേട്ടു. അതിലെല്ലാം നിന്ന് വ്യത്യസ്തമായി നമ്മെ വേർതിരിച്ച് നമ്മെ കൂട്ടിവരുത്തിയ അവൻ്റെ വലിയ കൃപ നമ്മുടെ മേലുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമായ കാര്യം തന്നെയാണ്. ഇന്ന് ആ കർത്താവിൻ്റെ കൃപ അതിഭയങ്കരമായി ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ മേൽ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ നമുക്കിരിക്കാം. ഹല്ലേലൂയ. എപ്പോഴും സംഭവിക്കുന്ന പോലെ ഒരു വർഷത്തിൻ്റെ അവസാനം വന്നു, ഒരു പുതുവർഷത്തേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. നമ്മളെപ്പോഴും ചെയ്യുന്നൊരു കാര്യമുണ്ട്, പുതുവർഷം വരുമ്പം എന്തായിരിക്കും പുതിയ മെസ്സേജ്, ഈ വർഷത്തിൻ്റെ നമ്മളെക്കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞത്, പാസ്റ്ററിനോട് എന്താ പറഞ്ഞത്, ചർച്ചിനോട് എന്താ പറഞ്ഞത്, ഇതൊക്കെ നമ്മളെപ്പോഴും ആലോചിച്ചുകൊണ്ടേയിരിക്കും. പാസ്റ്ററിനോടും ചർച്ചിനോടും പറയുന്ന പോലെ തന്നെ നമ്മോടും കർത്താവ് സംസാരിക്കാറുണ്ട്. എനിക്കറിയാം നിങ്ങൾ ഓരോരുത്തരോടും അത് സംസാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ തന്നെ പുതിയ വർഷത്തേക്ക് നമ്മൾ കടക്കുമ്പം കഴിഞ്ഞൊരു വർഷം എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒന്ന് വിലയിരുത്താൻ കൂടി നമുക്ക് ഈ കുറച്ച് സമയം ഉപയോഗപ്പെടുത്താമെന്ന് ഞാൻ വിശ്വസിക്കുക. 2023 ഡിസംബർ മാസം 31 അവസാനിക്കാൻ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ആ കുറച്ച് നിമിഷങ്ങളിൽ ഒരു തിരിഞ്ഞോട്ടം നമ്മുടെ ജീവിതത്തിലേക്ക് നടത്തുമ്പോൾ നാം എങ്ങനെ ആയിരുന്നു, കർത്താവ് ഉദ്ദേശിച്ചതുപോലെ എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞോ എന്നൊരു ശോധന ചെയ്യുവാൻ ഈ ഒരു ദിവസം നമുക്ക് ഉപയോഗിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെല്ലാവരും യൂഷ്വലി നമ്മുടെ വർക്ക് ടു ഡു അല്ലെങ്കിൽ അതാത് ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വെച്ച് ടിക്ക് ചെയ്യുന്ന ചില ആൾക്കാരുണ്ടാവും അല്ലേ. മേ ബി ഒരു ദിവസത്തെ ജോലി വേല എന്തൊക്കെയാണെന്ന് ഓർത്ത് നമ്മളത് ടിക്ക് ചെയ്യും, അങ്ങനെ എഴുതി വെച്ച് ടിക്ക് ചെയ്യും. ആ ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ വൈകുന്നേരം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് ആ ടിക്കിലേക്ക് നോക്കുമ്പോൾ എത്ര ടിക്ക് അത് വീണം നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ എത്ര കോളം ബ്ലാങ്കായിട്ട് കിടക്കുന്നുണ്ട്. അത് ഫുൾ ടിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ഒരു സന്തോഷമുണ്ട് അല്ലേ. എന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ ചാർട്ട് ഉണ്ടാക്കുമായിരുന്നെങ്കിൽ ആ ചാർട്ടിൽ എത്ര ടിക്ക് വന്നിട്ടുണ്ട്, നമ്മളെ പ്രവൃത്തി എത്രത്തോളം നമുക്ക് സാറ്റിസ്ഫൈ ആവാൻ സാധിച്ചു, അതിൽ നമുക്ക് സംതൃപ്തമാകാൻ സാധിച്ചു എന്നുള്ള കാര്യം കൂടി അതിലുണ്ട്. അങ്ങനെ നോക്കുമ്പം നമ്മളെവിടെ നിൽക്കുന്നു നമുക്കറിയാൻ പറ്റും. ഞാനും നിങ്ങളും സഹോദരങ്ങളെ കർത്താവ് വിളിച്ച് വേർതിരിച്ചവരാണ്, അതിനൊരു സംശയവും വേണ്ട. അല്ലെങ്കിൽ ഞാനും ഇന്നിവിടെ കൂടിയിരിക്കുകയല്ല. എന്തിനു വേണ്ടി അവൻ നമ്മളെ വിളിച്ചു എന്നുള്ളൊരു പരമമായ കാര്യമാണ്. ഈ കഴിഞ്ഞ 2 ആഴ്ചക്കാലം പാസ്റ്റർ പറഞ്ഞതുപോലെ വൈൽ സീക്കിങ് ഹിസ് ഫേസ്, അത് തന്നെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഓരോരുത്തരും ഇവിടെ കേട്ട വചനങ്ങൾ ഓരോന്നും നമ്മുടെ ചിന്തയെ ഉണർത്തുന്നതാണ്, നമ്മുടെ മുന്നിലോട്ടുള്ള പോക്കിനെ നയിക്കാൻ അത് പ്രാപ്തമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഞാനും കർത്തൃസന്നിധിയിൽ ഇരിക്കുവാൻ തയ്യാറായതും. ചില ശാരീരിക പ്രശ്നമുണ്ടായിരുന്നെങ്കിലും പങ്കുചേരാൻ സാധിച്ചതിൽ ഞാനും വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് എനിക്കും അതിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ ഒരു വചനം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരോടും കർത്താവ് പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് തന്ന വചനം 2 തിമോത്തി 2:15 2 തിമോത്തി 2nd chapter verses 15. പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ഈ വചനം കേട്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത്, കർത്താവേ, ഞാനപ്പം
എവിടെയായിരുന്നു എൻ്റെ റാങ്ക്? വേലക്കാരനായി നിൽപ്പാൻ ശ്രമിക്കുക. ഞാൻ ശ്രമിച്ചില്ലെന്നാണോ എൻ്റെ അർത്ഥം? അങ്ങനെയാണെങ്കിൽ ഞാൻ പുറകിൽ പോയോ? ഇതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് കർത്താവ് തന്ന ഒരു വചനം. മുമ്പോട്ട് പോകുവാൻ നെക്സ്റ്റ് ഇയർ വാട്ട് യു ഹാവ് ടു ഡു എന്ന് ചോദിച്ചാൽ എന്നോട് കർത്താവ് വ്യക്തമായിട്ട് സംസാരിച്ചത് ഇതാണ്: ഡു യുവർ ബെസ്റ്റ് ടു പ്രസൻറ്റ് യുവർ സെൽഫ് ടു ഗോഡ് ആൻഡ് ആസ് വൺ അപ്രൂവ്ഡ് എ വർക്കർ ഹു ഹാസ് നോ നീഡ് ടു ബി അഷെയിംഡ്, റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. സത്യവചനം പ്രസംഗിക്കുക. ഇതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആദ്യം എനിക്ക് തോന്നിയത്, ഹു ആം ഐ? ഞാൻ ആരാണെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഈ വചനത്തിൻ്റെ വ്യാപ്തി മനസ്സിലാകത്തുള്ളൂ. ഇതെല്ലാവരോടുമുള്ള വാക്കാണോ? ഈ ലോകത്തെമ്പാടുമുള്ളവരോടുള്ള വാക്കാണോ? അതോ വിശ്വാസികളോട് മാത്രമാണോ? അതോ തൻ്റെ ഭൃത്യന്മാരോട് മാത്രമാണോ? തൻ്റെ ശിഷ്യന്മാരോട് മാത്രമാണോ കർത്താവ് സംസാരിക്കുന്നത്? വാട്ട് യു ആർ, ഹു ആർ യു? നീ ആരാകുന്നു ദൈവസന്നിധിയിൽ? ആ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ആവശ്യം. ഹു ആം ഐ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി കണ്ടെത്തേണ്ടത് ഞാനും നിങ്ങളും തന്നെയാണ്. വിളിച്ചു വേർതിരിച്ചവൻ, നമ്മളെ കർത്താവ് വിളിച്ചു വേർതിരിച്ചു എന്ന് നമ്മുടെ അവകാശമാണ്. ആ വിളിക്ക് അനുയോജ്യമാവണ്ണമാണോ നാം പ്രവർത്തിച്ചെന്നുള്ളത് ചിന്തിക്കാനുള്ള അവസരം കൂടിയാണത്. സോ അങ്ങനെ ആ വിളിയുടെ ആഴം, അതിൻ്റെ വ്യാപ്തി ഞാൻ എത്രമാത്രം ഉൾക്കൊണ്ടു, ഞാൻ എത്രമാത്രം മുന്നോട്ട് പോയി എന്നുള്ള ചിന്തയാണ് നമ്മളെ ഭരിക്കേണ്ടത്. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കണം. എൻ്റെ ഗോൾ, എൻ്റെ മിഷൻ, എൻ്റെ പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കണം. ഇന്ന് ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം. എങ്ങോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചിരിക്കുന്നത്? ഒരു സിയോൻ യാത്രയിലേക്ക് നമ്മൾ കേട്ടു. സിയോൻ യാത്രയിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ആ യാത്രയുടെ ദൂരം നമ്മൾ എഴുതുവരെ എത്തിച്ചു. കൈയും വീശിയെ പോവുകയാണോ അതോ വേല ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണോ? ഇതൊക്കെ നമുക്ക് സ്വയം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്നുണ്ട്. ഹൈസ്കൂൾ കഴിഞ്ഞു, സ്കൂളിങ് കഴിഞ്ഞു, കോളേജിൽ പോയി, ഡിഗ്രി എടുത്തു, ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തു. അത് കഴിഞ്ഞ് മേ ബി ജോലിക്ക് കയറി, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ട് റിട്ടയർ ചെയ്തു. വാട്ട് നെക്സ്റ്റ്? ഇനി എന്താണ്? വാട്ട്സ് എ ഫ്യൂച്ചർ അഗൈൻ? ഇനിയൊരു ഫ്യൂച്ചർ ഉണ്ടോ? ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ കഴിഞ്ഞില്ലേ? അമ്മയായി, അപ്പനായി, വല്യപ്പനായി, വല്യമ്മയായി. എന്നാൽ വേർ ഇസ് യുവർ ഡെസ്റ്റിനി? എങ്ങോട്ടാണ് അതിൻ്റെ ജീവിതം കൊണ്ടുപോകുന്നത്? ചിന്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ് സഹോദരങ്ങളെ. ഒന്ന്, നമ്മൾ ആരാണെന്ന തിരിച്ചറിവ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വി ക്ലൈം ദാറ്റ് വി ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പൈതലാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ ആധികാരികമായി പറയുന്നു. എ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു കർത്താവിനെ പിൻപറ്റുന്നവനാണെന്ന് പറയുന്നു. എ കോവർക്കർ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിൻ്റെ കൂട്ടുവേലക്കാരനാണെന്ന് നമുക്ക് അവകാശപ്പെടാം. ഇത് മൂന്നും നമ്മളെല്ലാവരും ക്ലെയിം ചെയ്യേണ്ടവരാണ്, ക്ലെയിം ചെയ്യുന്നവരായിരിക്കും. അവിടെയാണ് നേരത്തെ പറഞ്ഞ വചനം സ്ട്രൈക്ക് ചെയ്യുന്നത്. ഇഫ് യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്, ഇഫ് യു ആർ എ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇഫ് യു ആർ എ കോവർക്കർ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി, ദൈവത്തിന് കൊള്ളുന്നവനായി നിൽപ്പാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ഈ ഒരു ചോദ്യമാണ് ഈ അവസാന സമയങ്ങളിൽ എനിക്ക് ചോദിക്കാനുള്ളത്. എന്നോട് തന്നെ ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്. ആം ഐ ദേർ അക്കോർഡിംഗ് ടു ഹിസ് വിഷ്? അവൻ ആഗ്രഹിച്ച പോലെ, അവൻ്റെ നീതിയോട് പൊരുത്തപ്പെടുന്ന രീതിയിൽ എനിക്ക് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ചിന്ത നമ്മളെ മതിക്കണം. ബട്ട് പൗലോസ് വ്യക്തമായിട്ട് പറഞ്ഞു, പിന്നിലുള്ളതിനെ മറന്ന് മുമ്പിലോട്ട് പോവുക. ആ മുമ്പിലെ പ്രത്യാശയാണ് നമുക്കുള്ളത്. ഇന്ന് രാത്രി കഴിയുമ്പം നമുക്കൊരു പുതുവർഷമാണ്, പുതിയ പ്രതീക്ഷയാണ്, പുതിയ പ്രത്യാശയാണ്. വി വിൽ ബി മേക്കിംഗ് ന്യൂ ഗോൾസ്. പുതിയ ആശയങ്ങളായിരിക്കാം നമ്മൾ മുമ്പോട്ട് കടന്നു പോവുക. അന്നേരവും നമുക്ക് സ്വയം ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്, വേർ ഐ ആം ഗോയിങ് ടു ബി?
നെക്സ്റ്റ് ഇയർ 2024 ഡിസംബർ മാസമാകുമ്പോൾ 31 ഞാൻ 2023 ഡിസംബറിൽ ക്ലോസ് ചെയ്ത അവസ്ഥയിലാണോ നിൽക്കുന്നത്, അതോ മുന്നേറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ സഹോദരങ്ങളെ, വി ആർ ബ്ലസ്ഡ്. അതിനുവേണ്ടിയാണ് പറഞ്ഞത് ഒന്ന് തിരിഞ്ഞു നോക്കിയോളാൻ പറഞ്ഞത്. പിന്നിലുള്ളതിനെ പിടിച്ചുകൊണ്ടിരിക്കാനല്ല, ഞാൻ വിട്ടേക്കുക. കഴിഞ്ഞത് കഴിഞ്ഞു. പുതിയ പ്രത്യാശയിലേക്ക്, പുതിയ നോട്ടത്തിലേക്ക്, പുതിയ ഓട്ടത്തിനായി തയ്യാറെടുക്കാൻ നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ. ഇത് പറയുമ്പം ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. വേർ വി ആർ നൗ, നമ്മളിന്ന് താമസിക്കുന്ന, നമ്മളിന്ന് ജീവിക്കുന്ന ലോകം എന്താണ്? വ്യക്തമായിട്ട് വചനം എങ്ങനെയാണ് പറയുന്നത്? ജെറമ്യ 9:6 നിന്റെ വാസം വഞ്ചനയുടെ നടുവിലാകുന്നു, വഞ്ചന നിമിത്തം അവർ എന്നെ അറിയുവാൻ നിരസിക്കുന്നുവെന്ന് യഹോവയുടെ അരുളപ്പാട്. യു ലീവ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഡിസെപ്ഷൻ, ഇൻ ദ ഡിസൈറ്റ് ദേ റിഫ്യൂസ് ടു അക്നോളജ് മീ. ദിസ് ഈസ് ദ വേൾഡ് വി ആർ ലിവിങ്. നമ്മൾ ജീവിക്കുന്ന ലോകം ഇതാണ്. യേശു കർത്താവിനെ തള്ളിപ്പറയുന്ന, യേശു കർത്താവിനെ മാറ്റി മറ്റ് പലതും കൊണ്ടുവന്നിരിക്കുന്ന മേഖല. അവിടെയാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഇത് മുൻകൂട്ടി യഹൂദന്മാരോട് പറഞ്ഞതല്ല, ഇന്നും ഇത് പ്രസക്തമാണ്, ഇന്ന് വളരെ പ്രസക്തമാണ്. ഡിസെപ്ഷൻ ഇസ് എ ബിഗ് ചലഞ്ച് വി ആർ ഫേസിങ് അല്ലേ? അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. അത് എവിടെ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ ഏദനിൽ തുടങ്ങിയതാണ്. ഏദനിൽ തുടങ്ങിയത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജനസിസിലേക്ക് പോകണം, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകണം. ഡിസെപ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് ഞാനത് ഒന്ന് മനസ്സിലാക്കിയത്. ഡിസെപ്ഷൻ ഈസ് ആൻ ആക്ട് ഓർ എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് മിസ്ലീഡ്സ്, hide the truth, or promotes a belief or a concept or idea that is not true. സത്യമല്ലാത്ത ഒരു കാര്യം പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ അർത്ഥസത്യം പ്രചരിപ്പിക്കുകയോ അത് മറച്ചു വെക്കുകയോ ചെയ്തുകൊണ്ട്, സത്യം മറച്ചു വെച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും, ദാറ്റ് ഡിസെപ്ഷൻ. ഏതിൽ നടന്ന അത് തന്നെയല്ലേ? ജനസിസ് 3:4-5 ഒന്ന് വായിക്കാം. 3-ാം അധ്യായം 4-5. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലാകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. വളരെ ക്ലവറായിട്ടാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾ മരിക്കില്ല നിശ്ചയം. പാപത്തിൻ്റെ ശമ്പളം മരണം, വ്യക്തമായിട്ട് അറിയാം. ഇവിടെ പറയുന്നു നിങ്ങളുടെ കണ്ണ് തുറക്കും. കർത്താവ് പറഞ്ഞതിന് നേരെ വിപരീതമായി അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞു തീർക്കുന്നുണ്ട്. നിങ്ങൾ ദൈവത്തെ പോലെ ആകും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു. അവൻ അറിയാം ഇങ്ങനെയാണെന്ന്, അതും കൂടെ അവൻ ആഡ് ചെയ്തു. എന്നാ പറ്റിയെന്ന് ചോദിച്ചാൽ ഹവ്വായ്ക്ക് താൻ ആരാണെന്ന് അറിയില്ലായിരുന്നു. ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഹവ്വ മറന്നുപോയി. ആ ഒരു കാര്യം ഹവ്വയ്ക്ക് അറിയില്ലായിരുന്നു. ഡിസെപ്ഷൻ വരുന്നത് നമ്മൾ അറിയില്ല, പക്ഷെ നമ്മൾ ആരാണെന്നറിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ ആഴ്ച ബ്രദർ പറഞ്ഞ പോലെ, അലക്സാണ്ടറിന് മനസ്സിലായതുപോലെ, ഒറ്റ ചോദ്യം, നീ ആരാണെന്ന് നീ അറിയണം. ഇതിനെ ഓവർകം ചെയ്യാൻ, ഈ ഡിസെപ്ഷനെ ഓവർകം ചെയ്യാൻ ഈ ഒരു വഴി മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് എന്നെ സൃഷ്ടിച്ചേക്കുന്നത് എന്ന രഹസ്യം, എന്ന സത്യം, എന്ന ട്രൂത്ത് ഹവ്വയ്ക്ക് മനസ്സിലായില്ല. ഇന്ന് നമ്മുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഈ ലോകത്ത് നമ്മളായിരിക്കുമ്പോൾ പലപ്പോഴും വചനം ഇങ്ങനെയാണ് പറയുന്നത്, അവർ അടയാളങ്ങൾ അത്ഭുതങ്ങൾ തിരക്കി നടന്നു അല്ലേ? മത്തായിയുടെ സുവിശേഷത്തിൽ അങ്ങനെയാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ തലമുറ they are after facts and figures. Where is truth? സത്യം എവിടെ? ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടത് ഫാക്ട്സ് ആണ്. They want facts and figures. സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. സത്യ അന്വേഷികൾ ഇല്ലാതെയായി, കുറഞ്ഞു. നേരത്തെ അടയാളങ്ങളാണ് തിരക്കിയത്, ഇപ്പോൾ അവർക്ക് വേണ്ടത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. സയൻസ് ആൻഡ് വണ്ടേഴ്സും ഫാക്ട്സും ഫിഗേഴ്സും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ട്രൂത്ത് എന്നൊരു ഭാഗം അവിടെ ഇല്ലാതെയായി, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യുന്നതായി. ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ലോകം നിൽക്കുന്നത്. ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കണം. 2,
ദൈവം ആരാണെന്ന് തിരിച്ചറിയണം, എൻ്റെ പിതാവ് ആരാണെന്ന് തിരിച്ചറിയണം. യോഹന്നാന്റെ സുവിശേഷം 1:38-39 യേശു ഇങ്ങനെ പറയുന്നുണ്ട്. ജോൺ 1:38-39. യേശു തിരിഞ്ഞു അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, വന്നു കാൺമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10 മണി നേരമായിരുന്നു. ആമേൻ. നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? വാട്ട് യു ആർ ലുക്കിംഗ് ഫോർ? നിങ്ങൾ യേശുവിനെ എങ്ങനെയാണ് കണ്ടത്? ഹൂ ഈസ് ജീസസ് ടു യു? യേശു നിങ്ങൾക്ക് ആരാണ്? യേശു എനിക്ക് ആരാണ്? എന്താണോ നീ അന്വേഷിക്കുന്നത്? എന്താണോ നീ തിരയുന്നത്? അതല്ലേ നീ നോക്കി നടക്കുക? അതല്ലേ നിനക്ക് കിട്ടുക? യേശു സൗഖ്യദായകനാണ്. റൈറ്റ്. യേശു നിൻ്റെ ഫൈനാൻഷ്യൽ ഫ്രീഡം നിനക്ക് കൊണ്ടുവരുന്നതായിരിക്കാം, ശരിയാ. യേശു നിൻ്റെ പ്രശ്നങ്ങളുടെ മധ്യേ നിലയുറപ്പിച്ച് നിന്നെ സഹായിക്കുന്നതിനാ, ശരിയാണ്. പക്ഷേ യേശു നിൻ്റെ പാപവിമോചകനും നിൻ്റെ നിത്യജീവൻ നൽകുന്നവനുമാണെന്നുള്ള തിരിച്ചറിവ് അന്തിമമായിട്ടുണ്ടോ? അവൻ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കാൻ വന്ന കുഞ്ഞാടാ. ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി സ്വന്തം ജീവനെ വെച്ചവനാ. അവൻ അങ്ങനെ എന്നെയും നിങ്ങളെയും നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ വന്നവനാ. ഈ ഒരു തിരിച്ചറിവിടെ നമുക്കുണ്ടാവണം. കർത്താവ് ധൈര്യമായിട്ടാണ് പറയുന്നത്. അവരുദ്ദേശിച്ചത്, അന്ത്രയോസ് ഉൾപ്പെടെ ഉള്ളവർ ചിന്തിച്ചത്, ഇവൻ ഇസ്രായേലിൻ്റെ രാജാവാകാൻ വന്നവനാ, ഇവൻ്റെ കൂടെ നടന്നാൽ പ്രയോജനം ഉണ്ടാകും. യോഹന്നാൻ അവരെ തിരഞ്ഞെടുത്തു, അദ്ദേഹത്തിൻ്റെ ശിഷ്യരായിട്ട് അവർ നിൽക്കുക. അപ്പോഴാണ് യേശുവിനെ കുറിച്ചുള്ള പുതിയ വെളിപ്പാട് കൊടുക്കുന്നത്. എന്താണത്? ലോകത്തിൻ്റെ പാപത്തെ ചുമക്കാൻ വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇവരുടെ മനസ്സിൽ കൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം മാറി. എന്നാൽ അത് കൂടുതൽ അറിയണം. അങ്ങനെ യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ യേശു പറഞ്ഞ വാക്കാണ് വന്ന് കാൺമീൻ. കർത്താവിന് വ്യക്തമായിട്ട് അറിയാൻ താൻ ആരാണ്, താൻ എന്തിനാണ് വന്നേക്കുന്നത്, താൻ എന്താ ഇവിടെ ചെയ്യാൻ പോണത്, താൻ എങ്ങോട്ടാണ് പോകുന്നത്, വളരെ വ്യക്തമായിട്ട് യേശുവിന് അറിയാം. ഇനി ഇവരെ പറഞ്ഞു പഠിപ്പിച്ചിട്ട് കാര്യമില്ല, അവർ സ്വയം അനുഭവിക്കട്ടെ. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ആ വിളി ഞാനും നിങ്ങളും കേട്ടുവോ? വന്ന് ചെന്ന് കണ്ടുവോ? അവൻ ആരാണെന്ന് കൂടുതൽ അറിഞ്ഞോ? അവനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് എത്ര ആഴത്തിലായി? ഹൗ ഫാർ വി ആർ ഗോൺ ഇൻ ദാറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഹിം? അവനെ കൂടുതൽ മനസ്സിലാക്കിയോ? ഈ ചോദ്യങ്ങൾ പ്രസക്തമാവും. അതുപോലെ തന്നെയാണ് കർത്താവ് ശിഷ്യരെ തിരഞ്ഞെടുക്കുമ്പോഴാണ് ചെയ്യുന്നത്. മാർക്കോസിൻ്റെ സുവിശേഷം 3:14 ഇങ്ങനെയാണ് പറഞ്ഞത്, അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാക്കുവാനും 12 വരെ നിയമിച്ചു. തന്നോട് കൂടെ ഇരിപ്പാൻ. ഫസ്റ്റ് തിങ്, അവനോട് കൂടെ ഇരുന്നാലേ അവൻ ആരാണെന്നും അവൻ്റെ പ്രവൃത്തി എന്താണെന്നും അവൻ എന്താ ചെയ്യാൻ പോകണമെന്നും മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ എല്ലാം പ്രശ്നം, നമ്മൾ ചെന്ന് കണ്ടുമില്ല, നമ്മൾ കൂടെ ഇരിക്കുന്നുമില്ല. നമുക്കറിയാം യേശുവിനെ, അവൻ്റെ ആഴങ്ങൾ, അവൻ ആരാണ് തിരിച്ചറിവിൻ്റെ പൂർണ്ണതയിലേക്ക് പോകാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. കാരണം കൂടെ ഇരിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. എനിക്ക് ഈ വചനം അതുകൊണ്ടാണ് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്. പുതുവർഷത്തിൽ കർത്താവ് സംസാരിച്ചപ്പോൾ ആ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ, അവനോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ, അവനെ ഒന്ന് മനസ്സിലാക്കുവാൻ, ഞാൻ മനസ്സിലാക്കിയതിൽ അധികമായി അവനെ മനസ്സിലാക്കുവാൻ കർത്താവെ ഇടം നൽകണമേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അന്ത്രയോസ് പോയി ഇരുന്നു, കണ്ടു, പഠിച്ചു. പത്രോസ് വന്നു, ഫിലിപ്പ് വന്നു. ഫിലിപ്പോസ് വീണ്ടും പുറത്തു പോയി. ഫിലിപ്പോസ് പോയിട്ട് നദാനിൻ്റെ അടുത്ത് പറയുന്നുണ്ട് 39 ജോൺ 1:39 അല്ല 46, സോറി സിസ്റ്റർ, 46 1:46. നഥനയേൽ അവനോട്, നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, വന്ന് കാണുക എന്ന് പറഞ്ഞു. എവിടുന്ന് കിട്ടി ഫിലിപ്പോസിന് ഈ ധൈര്യം വന്ന് കാണുക എന്ന് പറയുവാൻ?
അന്ത്രയോസും ഫിലിപ്പോസും ഒക്കെ കർത്താവ് വന്ന് കാണുമീന്ന് പറഞ്ഞ അനുസരിച്ച് പോയി കണ്ടവരാ. ഇന്ന് എനിക്ക് നിങ്ങൾക്കും പുറകിലോട്ട് വരുന്നവരോട് പറയാൻ പറ്റുമോ വന്ന് കാണുമീൻ? എൻ്റെ ജീവിതം എങ്ങനെയാണ്? ഹൗ ഐ ആം എക്സിബിറ്റിംഗ് മൈസെൽഫ്. ഞാൻ എങ്ങനെയാണ് എന്നെ പ്രസൻറ്റ് ചെയ്യുന്നത്? ദൈവത്തിന് അനുയോജ്യമായി, കർത്താവിന് അനുയോജ്യമായിട്ടാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. എനിക്ക് പ്രസംഗിക്കാൻ പറ്റും, എനിക്ക് സംസാരിക്കാൻ പറ്റും. വേർ ഈസ് മൈ ലൈഫ് ലീഡിങ് മീ ടു? മറ്റുള്ളവരുടെ ജീവിതത്തെ എങ്ങനെ കാണുന്നു? അവർ വന്ന് കണ്ടാൽ അത് പ്രശ്നമാകുമോ? ആ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാവരുത്. കർത്താവിനെ പിൻപറ്റുമ്പോൾ പൂർണ്ണമായും അവനിലേക്ക് അടുക്കുവാൻ, അവനെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. നേരത്തെ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരുവാണ്. ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചെറിയ ഡിസെപ്ഷനാണ് സത്യവും അല്ലെങ്കിൽ വസ്തുതയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്തൊരു ലോകം. ഫാക്റ്റ് ഉണ്ടല്ലേ, നമുക്കൊരാൾക്ക് ഒരു രോഗമുണ്ട്, ഇറ്റ്സ് എ ഫാക്റ്റ്. സയൻറ്റിഫിക്കലി പ്രൂവൺ, മെഡിക്കലി പ്രൂവൺ ഒരാൾക്കൊരു രോഗമുണ്ട്, അതൊരു ഫാക്റ്റാണ്. അതിന് തെളിവുണ്ട്, ഡോക്ടേഴ്സ് അത് സർട്ടിഫൈ ചെയ്യും, അതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഇറ്റ്സ് എ ഫാക്റ്റ്. എന്നാൽ വി ഹാവ് യഹോവ റാഫ. യഹോവ റാഫ എന്നൊരുവനുണ്ട്, അതൊരു സത്യമാണ്, നിത്യമായ സത്യമാണ്. യഹോവ റാഫ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്, അത് നാളെ മാറിപ്പോവില്ല. നിനക്കിന്നൊരു രോഗമുണ്ടായിരിക്കാം, ആ രോഗം നാളെ ചികിത്സിച്ചാൽ മാറും. ദാറ്റ് ഫാക്ട് ചേഞ്ചസ്. ഫാക്റ്റ് മാറും, സത്യം മാറില്ല, അത് നിത്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഫാക്ട് നമ്മൾ തിരക്കുന്നത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്. ഈ തലമുറ തിരക്കുന്നത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്, സത്യത്തെ അല്ല. സത്യം എന്നത്, വാസ്തവം എന്നത്, വാസ്തവമായിട്ടും ദൈവമുണ്ട്, അവൻ സൗഖ്യദായകനാ. പക്ഷേ നമ്മൾ നോക്കുന്നത് രോഗം വന്നു അല്ലേ, അതിലുപരി ഒരു സത്യമുണ്ട്. ഇതാണ് ട്രൂത്തും ഫാക്ട്സും തമ്മിലുള്ള വ്യത്യാസം. ഈ ഒരു തിരിച്ചറിവ് ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടായേ പറ്റുള്ളൂ, എനിക്ക് നിങ്ങൾക്കും ഉണ്ടായേ പറ്റുള്ളൂ. അല്ലെങ്കിൽ വി വിൽ ബി ഡിസീവ്ഡ്. ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്, ധാരാളം പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്, ധാരാളം സുവിശേഷങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലേ. വളരെ വളരെ തെറ്റിദ്ധാരണ പരത്തുന്ന, അല്ലെങ്കിൽ ഇതാണോ ശരി നമ്മൾ ചിന്തിച്ചു പോകുന്ന രീതിയിൽ കാര്യങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. വചനം കോട്ടിക്കളയുന്നു, വചനം കോട്ടിക്കളയുന്നു. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക, കോട്ടപ്പെടാത്ത വചനം കേൾക്കുക. അത് മനസ്സിലാക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആരാണ്, എന്നെ വിളിച്ചവൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം സഹോദരങ്ങളെ. അതറിയാതെ പോകുമ്പോൾ കോട്ടപ്പെട്ട വചനത്തിൽ അല്ലെങ്കിൽ മാറ്റപ്പെട്ട വചനത്തിലെ മറ്റൊരു സുവിശേഷം നമ്മൾ കേൾക്കാൻ ഇടയാകും. ആ സുവിശേഷത്തിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടും അല്ലേ. ഇതന്നെയല്ലേ കർത്താവിൻ്റെ അടുത്ത് പിശാചൻ ചെയ്തത്? മരുഭൂമിയിൽ വെച്ച് ചെയ്തത് തന്നെയല്ലേ? വളരെ ക്ലിയർ ആയിട്ടല്ലേ പറഞ്ഞത്, ഇതെല്ലാം എൻ്റേതാകുന്നു. ഒന്ന്, നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തന്നെയാകുന്നു. അതിൻ്റെ മറുരൂപമല്ലേ നമ്മളിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഈ ലോകത്തിൻ്റെ രാജാവ് അല്ലെങ്കിൽ അധികാരി എന്ന് പറയുന്ന ആരാണ്? പിശാച്. വചനം അങ്ങനെയാണ് പറയുന്നത്. അതേ വചനം പ്രസംഗിക്കുന്നില്ല എന്ന് ആലോചിക്ക്. റോമാലേഖനം എടുത്ത് വെച്ച് പറയുന്നില്ലേ, ദൈവത്തിൻ്റെ പുത്രനെങ്കിൽ എന്തൊക്കെയാ പറയുന്നത്? ആ അവകാശിയും യേശു ക്രിസ്തുവിന് കൂട്ടവകാശിയും. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ദൈവം ഈ ഭൂമിയുടെ മുഴുവൻ അവകാശിയാണ്, അവനിൽ ഇതെല്ലാം അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അവൻ്റെ അവകാശത്തിൻ്റെ മുഴുവൻ കൂട്ടവകാശി ഞാനാണ്. കേൾക്കുന്ന സുവിശേഷം ഏതാണ്? സമൃദ്ധിയുടെ സുവിശേഷം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ആരാ നൽകുന്നത്? യേശുവാണോ? യേശു. അത് തൊട്ടുമ്പോൾ 13 റോമർ 8:13 കിടപ്പുണ്ട് കറക്റ്റായിട്ടുള്ള വാക്യം. അത് മറന്നു, താഴേക്ക് വരുമ്പോഴാണ് പറയുന്നത്. എടുക്കേണ്ട ഭാഗം മാത്രം എടുത്ത് സത്യസുവിശേഷത്തെ കോട്ടുന്ന അവസ്ഥ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ആൾക്കാർ വഴിതെറ്റിപ്പോകുന്നു. അവിടെ എൻ്റെയും നിങ്ങളുടെയും റോൾ എന്താണ്? വേർ ഡു വി സ്റ്റാൻഡ്? അതാ കർത്താവ് പറയുന്നത്, സത്യസുവിശേഷത്തെ കൂട്ടിക്കളയാതെ പ്രസംഗിക്കണമെന്ന് പറയുന്നത്. ഒരു പുൽപ്പിറ്റിൽ വന്ന് പ്രസംഗിക്കുന്നതല്ല, നമ്മൾ ഇടപെടുന്ന ഒരു വ്യക്തിയോട് അത് പറഞ്ഞു കൊടുക്കുവാൻ കഴിയണം. നമ്മൾ നേരിടുന്നത്
അവിടെ കണക്കുണ്ട്, അവിടെ വസ്തുതയുണ്ട്. പക്ഷേ ഈ വസ്തുതയ്ക്കും കണക്കിനും മുകളിലാണ് സത്യം എന്നുള്ളത്. അത് മനസ്സിലാക്കണം. ദ ട്രൂ ഗോഡ്, ദ ലിവിങ് ഗോഡ്, നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ളവൻ. ഈ ജീവിതത്തിന് ശേഷം വേറൊരു ജീവനുണ്ട്, വേറെ ജീവിതമുണ്ടെന്ന തിരിച്ചറിവ്, ഹല്ലേലൂയ, അത് നമുക്ക് ഒരുപക്ഷെ കാണാൻ സാധിക്കുന്നുണ്ടാവില്ല. പക്ഷേ സത്യം ഒരിക്കലും മാറ്റപ്പെട്ടു പോവുകയില്ല. സത്യം നിലനിൽക്കുന്നതായിരിക്കും. സത്യം എപ്പോഴും ഒരേപോലെ മാറ്റമില്ലാതെ നിൽക്കുന്നതായിരിക്കും. ഫിഗേഴ്സും ഫാക്ട്സും മാറും, അല്ലേ? നിങ്ങൾ പലരും ഇവിടെ ഇരിക്കുന്ന സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരും പഠിച്ചിട്ടുണ്ട്, ആറ്റം എന്നൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, അല്ലേ? ദ മോസ്റ്റ് മൈന്യൂട്ട് പാർട്ടിക്കിൾ. ഇന്നങ്ങനെ പറയാൻ പറ്റുമോ? ഇന്നത്തെ തലമുറ ചോദിച്ചാൽ അവർ പറയും ന്യൂക്ലിയസ് ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ടെന്ന് പറയും, അല്ലേ? ആറ്റം താന്നു. ആറ്റം ഒരു ഫാക്റ്റ് ആയിരുന്നു, എന്നാൽ ട്രൂത്ത് അതിനും താഴെ കടന്നു. നോ ക്രിയേഷൻ ഈസ് മെയ്ഡ് ആഫ്റ്റർ ഗോഡ്. ഒന്നും സൃഷ്ടിക്കപ്പെട്ടുള്ള ദൈവത്തിന് ശേഷം എല്ലാം ഡിസ്കവേർഡ് ആണ്, അല്ലെങ്കിൽ ഇൻവെന്റഡ് ആണ്. അർത്ഥം ഒന്ന് നോക്കിയേ. ഡിസ്കവറി ആൻഡ് ഇൻവെൻഷൻ. നത്തിങ് ഈസ് ക്രിയേറ്റഡ്. ആരെങ്കിലും ക്ലെയിം ചെയ്യുന്നുണ്ടോ ഞാൻ എന്നത് ക്രിയേറ്റ് ചെയ്തു, ഐ ഇൻവെന്റഡ്, ഐ ഡിസ്കവേർഡ്? അവാർഡ് പോകുന്ന ഇവിടെ ഡിസ്കവറിക്കും ഇൻവെൻഷനും. നോ ക്രിയേഷൻ. ക്രിയേഷൻ എവിടെയാണ് നടന്നേക്കുന്നത്? ആദിയിൽ. ദാറ്റ് ഇസ് ദ ട്രൂത്ത്, അൾട്ടിമേറ്റ് ട്രൂത്ത്. ഇത് മനസ്സിലാക്കാതെയാ നമ്മുടെ തലമുറ, ഞാനും നിങ്ങളും അടങ്ങുന്ന ലോകം ഒരു ഡിസെപ്ഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഈ വചനം എൻ്റെ ചിന്തയെ പ്രചോദിപ്പിച്ച അതുകൊണ്ടാണ്. ഹൗ ഫാർ വി ആർ ഗോയിങ് ടു ബി വിത്ത് ഹിം. എന്തുമാത്രം എൻ്റെ കർത്താവിനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എന്തുമാത്രം ഞാൻ ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഈ പുതുവർഷത്തിൽ, കടക്കാൻ പോകുന്ന വർഷത്തിൽ നമ്മളെ ഒന്ന് തിരിച്ചറിയാൻ നമുക്ക് ശ്രമിക്കാം. നമ്മളെന്ന വ്യക്തിയെ, നമ്മളെന്ന ദൈവ പൈതലിനെ, നമ്മളെന്ന ഡിസൈപ്പിൾ ഓഫ് ജീസസ്, ദ കോവർക്കർ ഓഫ് ഹിസ് കിങ്ഡം, അവൻ്റെ രാജ്യത്തിലെ സഹഭടനെ ഒന്ന് തിരിച്ചറിയാൻ ശ്രമിച്ചു. തീർച്ചയായിട്ടും 2023 അവസാന ഘട്ടം നമ്മൾ ആകുമ്പം ആ ഒരു മാറ്റം നമ്മളിലേക്ക് കടന്നു വരും. നമുക്കങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും, നമുക്കങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും. ഓരോരുത്തർക്കും ആ ചിന്ത ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നോട് കർത്താവ് പറഞ്ഞ ആ വാക്യങ്ങളെ ഞാൻ അതുകൊണ്ടാണ് ഇന്നിവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന തെറ്റായ വചനങ്ങൾ, തെറ്റായ കാര്യങ്ങൾ, വ്യാഖ്യാനങ്ങൾ, താങ്ക് ഗോഡ് ഫോർ ദിസ് പുൾപിറ്റ്. ഇവിടെ വന്നത് മുതൽ കേൾക്കുന്നത് ഇന്ന് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകത്തില്ല. ഓരോ ദൈവദാസന്മാരും ഇവിടെ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആഴത്തിലേറിയ കാര്യങ്ങളാണ്. ആൻഡ് ഐ ബിലീവ് വി ആർ ദ ചൂസൺ വൺ. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടമായതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്കും അത് കേൾക്കുവാനുള്ള അവസരം കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കുക, there is a remnant. ഒരു അവശേഷിപ്പുണ്ട്, ഒരു ശേഷിപ്പുണ്ട്. ഡു വി ബിലോങ് ടു ദാറ്റ്? നമ്മൾ ആ ശേഷിപ്പിൽപ്പെട്ടവരാണോ? എത്ര നാളായി നമ്മൾ വിശുദ്ധിയെക്കുറിച്ച് ഒരു പ്രസംഗം കേട്ടിട്ട്? എത്ര നാളായി നമ്മൾ വീണ്ടെടുപ്പിനെക്കുറിച്ച് പ്രസംഗം കേട്ടിട്ട്? എത്ര നാളായി നമ്മൾ ഒരു പ്രായച്ചിത്തത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ പാപമോചനത്തെക്കുറിച്ച് പ്രസംഗം കേട്ടിട്ട്? മേ ബി ഇവിടെ നമ്മൾ കേൾക്കുന്നുണ്ടാകും. ലോകത്ത് എത്ര പേർക്ക് ഭാഗ്യം കിട്ടി സഹോദരങ്ങളെ? ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനിയും ഇങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ദ ടൈം ഈസ് അപ്രോച്ചിങ്. നേരത്തെ സഹോദരൻ പറഞ്ഞ പോലെ അവൻ്റെ വരവ് ഏറ്റവും അടുത്ത് പോയി. ഓൺലി എ റെമനന്റ്. അതാണ് അതിലെ ബിഗ് ക്വസ്റ്റ്യൻ. ആ ശേഷിപ്പിൽ ഞാൻ ഉണ്ടാകുമോ? അതുണ്ടാവണമെങ്കിൽ ഞാൻ ആരാണെന്ന് ആദ്യം തിരിച്ചറിയണം. യേശു കർത്താവിൽ ഞാൻ ആരാണെന്നുള്ള ബോധം എനിക്കുണ്ടാവണം. എൻ്റെ യേശു തമ്പുരാൻ ആരാണെന്ന് ഞാൻ തിരിച്ചറിയണം. ആ ഒരു പേര് ഹല്ലേലൂയ നമുക്ക് വേണം. ഹല്ലേലൂയ. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും ഓരോ പേരുണ്ട്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്കും കിട്ടിയൊരു പേരുണ്ട്, ദൈവ പൈതൽ എന്നുള്ളത്. ദൈവ പൈതലാണെങ്കിൽ അപ്പൻ്റെ പ്രവൃത്തിയാണ് ചെയ്യേണ്ടത്. കുടുംബത്തിന് മോശമുണ്ടാക്കുന്ന പ്രവൃത്തി നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. കുടുംബത്തിൻ്റെ പേരുദോഷമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും നല്ലൊരു മകൻ ചെയ്യില്ല.
If we claim to be a child of God, we have to do His work. അവനിൽ നിന്ന് വേർപെട്ട് വേറൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നുവെങ്കിൽ ആ പദം നമ്മൾ അർഹിക്കുന്നില്ല, ആ പദവി നമ്മൾ അർഹിക്കുന്നില്ല. ദാറ്റ് ഈസ് വാട്ട് ജീസസ് ഈസ് ഡിമാൻഡിങ്. കർത്താവ് ഇന്ന് ഡിമാൻഡ് ചെയ്യുന്നത് തന്നെയാണ്. ഏറ്റവും വലിയ ഡിസെപ്ഷൻ തുടങ്ങിയത് ഏദൻ തോട്ടത്തിൽ തന്നെയാണ്. ഇന്ന് നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ ചാൻസസ് ഉണ്ട്, അവസരങ്ങളുണ്ട്, തുറന്നു വെച്ചിരിക്കുകയാണ് ലോകം. അതിൻ്റെ സകല മായയും തുറന്ന് എക്സിബിറ്റ് ചെയ്തേക്ക്. ഹവ്വ ചതിക്കപ്പെടുമ്പോൾ, വഞ്ചിക്കപ്പെടുമ്പോൾ 3 കാര്യങ്ങളാണ് നടന്നത്. ലസ്റ്റ് ഓഫ് ഫ്ലഷ്, ദ ലസ്റ്റ് ഓഫ് ഐസ് ആൻഡ് ദ പ്രൈഡ് ഓഫ് ലൈഫ്. ആ ഒറ്റ ഇൻസിഡൻറ്റിൽ 3 സംഭവിച്ചു. ടെംപ്ടേഷൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഇന്ന് ടെസ്റ്റും ടെംപ്ടേഷൻ പോലും നമുക്ക് തിരിച്ചറിയില്ല. അത്രമാത്രം ലോകം അതിനെ കൊണ്ട് മുട്ടിച്ചു വെച്ചേക്കുക. ക്യാൻ വി ഓവർകം ദ ടെംപ്ടേഷൻസ്? ഓവർകം ചെയ്തേ പറ്റൂ. ടെസ്റ്റ്, ക്യാൻ വി അണ്ടർഗോ ദ ടെസ്റ്റ്? അല്ലേ? ഇസഹാക്കിനെ ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ വെച്ചു കൊടുത്ത അബ്രഹാം ആ പരീക്ഷ ജയിക്കുന്നത് നമ്മൾ കണ്ടു. അതേസമയം ഏദനിൽ പിശാചിൻ്റെ മുമ്പിൽ ആ ടെംപ്ടേഷനിൽ ഹവ്വ പരാജയപ്പെടുന്നു നമ്മൾ കണ്ടു. ആ ഒരു പരാജയം നമുക്കിനി വേണ്ട സഹോദരങ്ങളെ. വി ആർ ഓവർകമേഴ്സ്. ആ ടെംപ്ടേഷനെ നമ്മൾ ഓവർകം ചെയ്യും. അതിന് ഞാൻ ആരാണെന്നും എൻ്റെ പിതാവ് ആരാണെന്നുമുള്ള ബോധം നമ്മളിൽ ഉണ്ടാകട്ടെ. നമുക്കറിയാം എങ്ങോട്ടാണ് നമ്മൾ നോക്കണ്ടേ. പ്രസംഗിക്കുന്ന എന്നിലേക്കാണോ അല്ലെങ്കിൽ സംഭാഷണയാണോ നോക്കേണ്ടത്? അല്ല, നോക്കാൻ ഒരുവനുണ്ട് ബൈബിളിൽ. ഹല്ലേലൂയ. പോൾ, ടിപ്പിക്കൽ എക്സാമ്പിൾ. ഒന്ന് നോക്കിക്കേ. പോളിനെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഹി വാസ് എ മിഷണറി ടു ജെന്റിൽസ്, എ prolific writer, സമൃദ്ധമായ എഴുത്തുകാരൻ, എ മൈറ്റി പ്രെയർ വാരിയർ, എ മിറക്കിൾ വർക്കർ, എ tactful Christian, a zealous preacher, a respected co-worker, a forgiving co-worker, a teacher, a faithful steward, a compassionate soul winner. ഇത്രയൊക്കെ ആയിപ്പോൾ ആരായിരുന്നു, എവിടെയായി? കർത്താവിൽ വന്നപ്പോൾ വന്ന മാറ്റം, പ്രവൃത്തിയിൽ വന്ന മാറ്റം. ഏറ്റവും അനുകരണീയനായി നമ്മുടെ മുമ്പിൽ ഒരു കഥാപാത്രമുണ്ട്. തെളിച്ചു എന്നൊരു വ്യക്തിയുണ്ട്. ഇതിലെല്ലാം ഉപരിയായി നമുക്ക് നമ്മളെ തന്നെ വീണ്ടും വീണ്ടും ഞാനത് പറയുന്നു, ഒന്ന് തിരിച്ചറിയാം, ഒന്ന് ബോധ്യം വരുത്താം. ഹു ഐ ആം, യേശു കർത്താവിൽ ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളുന്നവനായി നിൽപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതായിരിക്കണം നമ്മുടെ പുതുവർഷത്തിലേക്കുള്ള ഒരു ചിന്ത, ഒരു പ്രവൃത്തി എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. യേശു നമുക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന് അറിയണമെങ്കിൽ, യേശു നമുക്ക് വേണ്ടി എന്താണ് അവൻ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ ആഴ്ച കേട്ട പ്രസംഗം ഒന്നുകൂടെ കേട്ടാൽ മതി. ആ കാൽവറിയിൽ നടന്ന എന്താണെന്നുള്ള. ഹല്ലേലൂയ. അവസാന തുള്ളി ചോരയും എനിക്ക് വേണ്ടി, യാതൊരു പരിചയമില്ലാത്ത എനിക്ക് വേണ്ടി അവൻ ചൊരിഞ്ഞു. ഇറ്റ്സ് എ പേഴ്സണൽ തിങ്. ലോകത്തിന് വേണ്ടി ചെയ്തത് എനിക്കറിയില്ല, എനിക്ക് വേണ്ടി അവൻ ചെയ്തു. ഞാൻ പാപിയായിരുന്നു, എനിക്ക് വേണ്ടി അവനത് ചെയ്തു. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ അവനോടുള്ള ബന്ധം ആഴത്തിലേക്ക് പോകും. ലുക്കിംഗ് അറ്റ് ഹിസ് ഫേസ്, സീക്കിംഗ് ഹിസ് ഫേസ്, അവൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ വേദനിപ്പിക്കണം, ചിന്തിപ്പിക്കണം. അതിലായിരിക്കണം നമ്മുടെ ശക്തി, അതായിരിക്കണം നമ്മുടെ ഊർജം മുമ്പോട്ട് പോകാനുള്ള. 2024 നമ്മൾ മുമ്പോട്ട് നടക്കുമ്പോൾ ആ കാൽവറി ചൊരിയപ്പെട്ട രക്തം,
അത് എനിക്ക് വേണ്ടിയാണെന്നുള്ള പൂർണ്ണ ബോധത്തോടു കൂടി കർത്താവിൻ്റെ വേലക്കാരനായി സത്യസുവിശേഷത്തെ പ്രസംഗിക്കുന്ന ഒരു വേലക്കാരനായി മുമ്പോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരും സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കി കുറവുകളെ മനസ്സിലാക്കി മുമ്പോട്ട് പോകുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.